വ്യവസായി റോബർട്ട് വദ്ര ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. ഭാര്യയും വയനാട് എംപിയുമായ പ്രിയങ്കയ്ക്കൊപ്പമാണ് വദ്ര ഡൽഹിയിലെ ഇഡി ഓഫീസിലെത്തിയത്. അതേസമയം കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് രാഷ്ട്രീയ വൈര്യം തീർക്കുകയാണെന്നാണ് റോബർട്ട് വദ്രയുടെ ആക്ഷേപം. തുടർച്ചയായ രണ്ടാം ദിവസവും ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് വ്യവസായി റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്തു. കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്കയ്ക്കൊപ്പമാണ് വദ്ര ഇഡി ഓഫീസിലെത്തിയത്. ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രിയങ്കയെ ആലിംഗനം ചെയ്ത ശേഷമാണ് റോബർട്ട് വദ്ര ഉള്ളിലേക്ക് കടന്നത്. വദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 2008 ഹരിയാനയിൽ 7.5 കോടി രൂപയ്ക്ക് 3.5 ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു. ഈ ഭൂമി 58 കോടിക്ക് DLFന് മറച്ചുവിറ്റതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് കേസ്. 51 കോടി രൂപയുടെ കള്ളപ്പണം ഇടപാട് നടന്നു എന്നാണ് ഇഡി കണ്ടെത്തൽ. കോൺഗ്രസ് ഹരിയാന ഭരിക്കുമ്പോഴായിരുന്നു ഈ ഇടപാട്. മാത്രമല്ല, ഹരിയാന, ബിക്കാനീർ, ലണ്ടൻ എന്നിവിടങ്ങളിലെ ഭൂമി ഇടപാട് സംബന്ധിച്ച നിരവധി കേസുകൾ വദ്രയ്ക്കെതിരെയുണ്ട്. നേരത്തെ 11 തവണയായി 70 മണിക്കൂറിലധികം ഇഡി വദ്രയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വദ്രയെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇഡി ആസ്ഥാനത്തിന് പുറത്തൊരുക്കിയിട്ടുള്ളത്. ജനം, ഡൽഹി.